പുല്ല് ഇത് എത്രാമത്തെ പ്രാവശ്യം. മെഡിക്കൽ കോളേജിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയെ പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതി ബാലഗോപാൽ ഇപ്പോഴും ഒളിവിൽ. ഇയാൾക്ക് സഹായം നൽകിയ 3 പേരെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഡിവൈഎസ്പി ഓഫീസിൽ രഹസ്യമായി എത്തിച്ചതായാണ് സൂചന. സംഭവം നടന്ന 2 ദിവസമായിട്ടും അന്വേഷണത്തിൽ പോലീസ് നിഷ്ക്രിയത. അവിടെ അമ്മമ്മയുടെ നിഷ്ക്രിയത്വം ഇനി മൈക്കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വരും. കഴുത്തൊരു പ്രശ്നം ഒരു ബോർഡുണ്ടെങ്കിൽ എന്ത് ഊറ്റാളിത്തരം പറയുന്ന ഇവിടെയൊക്കെ വിചാരം. ഒരൊറ്റ ഒരുത്തനെ ഈ കാമ്പൗണ്ടിൽ കയറ്റി പോരുത്. മക്കളെ, എന്റെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞ ഈ ലോക്കൽ സ്റ്റേഷനിലെ ഏമാന്മാര് ജനമൈത്രി കളിക്കില്ലേ, അതുപോലെയല്ല. 4 ദിവസം എടുക്കും നീയൊക്കെ മൂത്രമൊഴിക്കാൻ. മനസ്സിലായടാ? ബാലഗോപാലിനെ എവിടെയാടാ ഒളിപ്പിച്ചിരിക്കണേ? ടാഗോർ കോളനിയിൽ. ടാഗോർ കോളനിയിലുണ്ട് സാർ. ജോസഫേ സാർ, ഒരു ഏമ്പക്കത്തിന് സമയം കൊടുക്കാതെ അവനെ പൊക്കിയരെ. ഓക്കെ സാർ. അവനല്ലേ അത് പെട്ടെന്ന് പോവാം. ഇവനാണ് സാറേ ആള്. എന്താ മോനെ പേര്? ബാലഗോപാൽ എന്നാ സാർ. ബാലഗോപാൽ, നല്ല പേര്. എന്താ ജോലി?
അറ്റൻഡറാ സാറേ മെഡിക്കൽ കോളേജിൽ. ആ അറ്റൻഡർ ആണല്ലേ, അതായത് അവിടെ വരുന്ന പെണ്ണുങ്ങളെ മാത്രം അറ്റൻഡ് ചെയ്യുക അതല്ലേ? എടാ നിനക്ക് ആ കത്തിക്കരിഞ്ഞ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂടാ, വേറെ ഈ ലോകത്ത് പെണ്ണുങ്ങളേ ഇല്ലേ? ഇത്ര വൃത്തികെട്ട ഒരു കാമപ്രാന്തനായി പോയല്ലോടാ നീ. അയ്യേ, ഛേ, നീ കല്യാണം കഴിച്ചാണ്? 3 മാസമായി സാറേ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമേ ആയുള്ള? അയ്യോ, എടാ ഉറച്ച ഒരു സർക്കാരിന് വേണ്ടി ആഞ്ഞാഞ്ഞ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നീ പോയി ഈ ചെറ്റത്തനം കാണിച്ചാലോടാ വൃത്തികെട്ടവനെ, അലവലാതി. ജോസഫേ സാർ, നമുക്ക് ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കണ്ടേ? പിന്നെന്താ സാറേ, ഇപ്പൊ കൊണ്ടുവരാം. വേഗം. ശരി സാർ. സാർ 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 പ്ലീസ് ഡേ അങ്ങോട്ട് പോയി അവന്മാരുടെ കൂടെ നിൽക്കും. സാർ. ഈ സൈലൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയലൻസ് ഉള്ള ഒരു സിനിമ ഇടാം. ഇടിക്കുള്ള സാറിന് ഇന്ന് ഏതോ രക്തസാക്ഷിയെ കിട്ടിയിട്ടുണ്ടല്ലോ സാറേ. പീഡന കേസാണ്. ഇന്ന് അവന്റെ പൊങ്കാലയാണ്. അല്ല, ഇടിക്കുള്ള സാറിന്റെ റിട്ടയർമെന്റ് അടുത്ത ആഴ്ച അല്ലേ സാറേ? ലീവ് എടുത്ത് 2 പെഗ് അടിച്ച് വീടിരിക്കേണ്ട സമയം. അല്ലെങ്കിൽ എല്ലാവർക്കും പണി കൊടുത്താണല്ലോ അങ്ങനെ ശീലം. എന്തൊരു ജന്മമാണോ എന്തോ. ഇതിൻ്റെയൊക്കെ പാവം എവിടെ കൊണ്ട് വയ്ക്കുമോ എന്തോ. അനുഭവിക്കട്ടെ. പെണ്ണുമ്പിള കളഞ്ഞിട്ട് പോയല്ലേ. ഒരു മോനാണോ ഉള്ളത്. അവങ്ങ് അമേരിക്കയിൽ മദാമേനോട് സൂയിക്കുകയാണ്. കണ്ണിന് നേരെ കണ്ടുവിടാ അങ്ങനെ. അങ്ങേരെ ഭാര്യ തിരിച്ചു വരുമോ സാറേ? വരും 4-5 വർഷം അവിടെ അവർ പോയിട്ട് വിളിക്കാറ് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ സുബോധമുള്ള ആരെങ്കിലും അയാളോട് താമസിക്കൂ സാറേ. ബില്ലൂടെ. പിന്നെ ഇത് പറ്റി എഴുതിക്കോണേ. ഞാനാണെ പേഴ്സ് എടുത്തില്ല കേട്ടോ. ആ അല്ലെങ്കിൽ തന്നെ എന്നാ പേഴ്സ് എടുക്കുന്നത്? എന്താ സഖാവ്, എന്താ അറിയണ്ടേ? അവനെ എന്ത് ചെയ്തെന്നോ? അതൊരു പരിഹാരക്രിയ കഴിഞ്ഞു. അടുത്തൊരു സുദർശന ഹോമം കൂടെ ഉണ്ട് കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടാ പുല്ലേ. ഇടുക്കുള്ളടത്താ കളി. ആരടാ ഇത്ര ചൂടായിട്ട് വാങ്ങിച്ചോണ്ടേ? ആ കൊള്ളാം. ഓഹ് കൈ നിൽക്കണില്ല, ചൂട്. എടാ മോനെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാ. 5 പൈസ വാങ്ങിക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടാനായിട്ട് നീ ആരെന്റെ പെങ്ങടാ മോനോ? വല്ല ഉണക്ക സഖാക്കന്മാരുടെ വക്കാലത്ത് മാറ്റോണ്ട് ഇടുക്കളെ ഉണ്ടാക്കാൻ വരരുതേ. വന്നാ ഇതായിരിക്കും അവസ്ഥ. എടുത്ത് അകത്തോണ്ടിട്. സാർ, ഞാൻ ആ ബാലഗോപാലിന്റെ അച്ഛനാണ് സാർ. ഏത് ബാലഗോപാല്? ആ മെഡിക്കൽ കോളേജിലെ പീഡന കേസ്. അവനൊരു തെറ്റ് പറ്റിപ്പോയി സാറേ. എങ്ങനെയെങ്കിലും അവനെ നിറക്കി തരണം. അവനിപ്പോ പരമസുഖമല്ലേ. 5 പൈസ ചെലവില്ലാതെ 4 നേരം ഞണ്ണ. സർക്കാർ ചെലവിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ രാവിലെ ഇത്തിരി നേരം തൂറാൻ ക്യൂ നിൽക്കണം, അത്രേ ഉള്ളൂ. നേരത്തെ പോയാൽ അതും ഓക്കെ. എൻ്റെ പൊന്നു സാറേ, ക്ഷമിക്കണം. സാറിനെ നേരത്തെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ പാടെ ഇറങ്ങിയതാ. ജലപാനം തൊട്ടിട്ടില്ല. ഇനിയിപ്പോ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. വളഞ്ഞു വിറ്റാതെ കാര്യം പറ, എനിക്ക് വേറെ പണിയുണ്ട്. സാറ് പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ മോനെ ഒന്ന് ഇറക്കിത്തരണം. പേരെന്തെന്നാ പറഞ്ഞേ? നാരായണ പണിക്കർ. പണിക്കരേ, ഓ, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നാറ്റ കേസാവും. മെനക്കെട്ട കേസാണ്. ഓ, പണിക്കർ ഇതുവരെ വന്നല്ലേ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനൊരാളെ പറഞ്ഞുതരാം, അയാളെല്ലാം സെറ്റാക്കി തരും. വലിയ ക്രിമിനൽ ലോയറാ, ആദർശ് ബേബി. പേര് കേട്ട് പേടിക്കണ്ട, ആദർശം പേരിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ കോടതിയിലെ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ വലത് സൈഡിൽ ആദ്യത്തെ ബിൽഡിങ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോയി സംസാരിച്ചാൽ മതി. ആ അതെ, ഓ, ഇതുവരെ വന്നല്ലേ? ആ ജംഗ്ഷനിലെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഒരു 4 കവർ പാലും 2 പാക്കറ്റ് ദോശമാവും. ശരി സാർ. ആ, ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടെ വാങ്ങിച്ചോളൂ, എനിക്കാന്ന് പറഞ്ഞാൽ മതി, തരും. ശരി സാറേ.